പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമായ ഇന്നൊരു കഥ കേൾക്കൂ. ലോനപ്പേട്ടൻ്റെ വിധി. ലോനപ്പേട്ടൻ്റെ സമ്മാനപ്പെട്ടി തുറന്നു നോക്കിയോ? കവലയിൽ നിൽക്കുന്നവർ പരസ്പരം ചോദിച്ചു. സ്ഥാനാർത്ഥി ലോനപ്പൻ തൻ്റെ ചിഹ്നവും ചിരിക്കുന്ന മുഖവും സഹിതം പെട്ടി നിറയെ സമ്മാനങ്ങളായി വീടുകൾക്ക് മുന്നിലെത്തി. സാരികൾ, ചുരിദാറുകൾ, മേക്കപ്പ് കിറ്റ് ഉൾപ്പെടെ വലിയ വലിയ പെട്ടികൾ സ്ത്രീകൾക്ക് സമ്മാനിച്ചു. കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് പെട്ടികളും സ്ഥാനാർത്ഥി മറന്നില്ല. ആണുങ്ങൾക്ക് ആവശ്യത്തിനുള്ള മദ്യവും പണവും വാരിക്കോരി കൊടുത്തു. നിറയെ പോസ്റ്ററുകൾ, വലിയ വലിയ ബാനറുകൾ, ബോർഡുകൾ നാട് മുഴുവനും നിറച്ചു. രണ്ടുപേരും കുടുംബയോഗങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം. ഒന്നിനും ഒരു കുറവുമുണ്ടായില്ല. ലോനപ്പേട്ടനും സഹായിയും രണ്ടുപേരും മത്സരിച്ച് എല്ലായിടത്തും ഓടിയെത്തി. ഞങ്ങളുടെ വോട്ട് ചേട്ടന് തന്നെ, യാതൊരു മാറ്റവുമില്ല, ഉറപ്പ്, ഭക്ഷണം വാങ്ങിക്കഴിച്ച് സമ്മാനങ്ങളും മേടിച്ചവർ പറഞ്ഞു. വോട്ടെടുപ്പ് പൂർത്തിയായ ദിവസം ലോനപ്പേട്ടൻ സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കാറിൽ നാട് മുഴുവനും കറങ്ങുന്ന സ്വപ്നം. വോട്ടെണ്ണൽ ദിവസം അതിരാവിലെ കുളിച്ചൊരുങ്ങി ലോനപ്പനും സഹായി മാത്തുക്കുട്ടിയും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി. ലോനപ്പൻ മത്സരിക്കുന്ന വാർഡിലെ ഫലം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഭരണകക്ഷി സ്ഥാനാർത്ഥിയെ 7 വോട്ടിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് കിട്ടിയ വോട്ട് നിലയും ഭൂരിപക്ഷവും ഉറക്കെ അനൗൺസ് ചെയ്തു. 3ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥി ലോനപ്പൻ നേടിയ വോട്ട് 2. അനൗൺസ്മെന്റ് കേട്ട് ജനങ്ങൾ ആദ്യം ഒന്ന് അമ്പരന്നു. ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം വലിയ പൊട്ടിച്ചിരി. ലക്ഷങ്ങൾ പൊടിപൊടിച്ച് മത്സരത്തിനിറങ്ങിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 2. ലോനപ്പേട്ട, എന്നെ സംശയിക്കണ്ട, അതിലൊരു വോട്ട് ഞാൻ ചെയ്തതാ, സഹായിയായ മത്തായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ? ലോനപ്പേട്ടൻ താടിയിൽ കൈവച്ച് തലയിൽ കൈവച്ച് വളരെ നേരം ചിന്തിച്ചു. 2ാമത്തെ വോട്ട് ചെയ്തത് എൻ്റെ കെട്ടിയോൾ സാറാമ്മയാണോ? സത്യപ്രതിജ്ഞ കൊടുക്കാനുള്ള പട്ടുസാരികൾ വാങ്ങിവെച്ച അവളുടെ വോട്ടായിരിക്കുമല്ലേ? ലോനപ്പേട്ടൻ ആത്മകഥം പറഞ്ഞത് ഉറക്കെ ആയിപ്പോയി. അപ്പ ചേട്ടൻ്റെ വോട്ടോ? മത്തായി ചോദിച്ചു. ലോനപ്പേട്ടൻ 1 മിനിറ്റ് ചിന്തിച്ചു. കർത്താവേ, എൻ്റെ കെട്ടിയോള് പോലും വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നാട്ടുകാർ ചെയ്യോ? വെറുതെ കാശ് കളഞ്ഞത് മാത്രം മെച്ചം എന്ന് പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്ത് അവിടെ കുത്തിയിരിക്കുന്നത് കണ്ട് ജനം പൊട്ടി പൊട്ടി ചിരിച്ചു.